ഹലോ, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മളിൽ പലരും വണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് വണ്ണം കൂടുതലുണ്ട്, വയറ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നവർ ഓടിപ്പോയി കണ്ണിൽ കണ്ട എക്സസൈസ് ഒക്കെ ചെയ്താൽ അവസാനം മുട്ടുവേദനയും നടുവേദനയും മാത്രമായിരിക്കും ബാക്കി. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് കൂടുതൽ വണ്ണം ഉണ്ട്, വയറുണ്ട് എന്ന് തോന്നുന്നവർക്ക് വളരെ വിഗറസ് ആയിട്ടുള്ളതല്ല, ഓടിച്ചാടി ചെയ്യേണ്ട എക്സസൈസുകളല്ല, എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 7 എക്സസൈസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റിതത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ വളരെ സ്ലോയിലായിരിക്കും ചെയ്യാൻ പറ്റുക, എന്നാൽ പിന്നീട് നമുക്ക് അതിനെ കുറച്ച് ഫാസ്റ്റ് ആക്കണം. ഓരോ എക്സസൈസും 1 മിനിറ്റ് എങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവാണ്. നമ്മുടെ മുട്ടിനെയും നമ്മുടെ നടുവിനെ ഒന്നും ബാധിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വയറും വണ്ണവും ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ കൂടെ ചെയ്യാല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു മാറ്റ് വേണം. മാറ്റോ ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിടുക. എന്നിട്ട് മാറ്റിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുക. നടുവൊന്നും വളയ്ക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യണം. ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ബെൻഡ് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓരോ കശേരുക്കളായിട്ട് ബെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അതിനാദ്യം നിവർന്ന് നിന്ന് പതുക്കെ കഴുത്തിൻ്റെ അവിടെ മുതലേ ബെൻഡ് ചെയ്ത് വളരെ സ്ലോയില് ചെയ്താൽ മതി. ഇങ്ങനെ വേണം താഴോട്ട് വരാൻ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞു, ചുമ്മാ കയറി ഇങ്ങനെ അങ്ങ് വരരുത്. നമുക്ക് നമ്മുടെ ഓരോ കശേരുക്കളായിട്ട് ബെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് കൈകൾ കൊണ്ട് നടക്കണം. നടന്ന് നമ്മുടെ ഷോൾഡർ ലെവല് നമ്മുടെ കൈ വരുന്നത് വരെ നടന്ന് അവിടെ 1 സെക്കൻഡ് നമ്മൾ പ്ലാങ്കിൽ നിൽക്കുന്നു. ഓക്കെ, ഒറ്റ സെക്കൻഡ് നിന്നാൽ മതി. അത് കഴിഞ്ഞ് തിരിച്ചതുപോലെ തന്നെ വരാം. ഈ സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് മുട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ വന്നത് അതുപോലെ വളരെ സാവകാശത്തിൽ ഓരോ കശേരുക്കളായിട്ട് നമ്മൾ മൂവ് ചെയ്ത് നേരെ വരണം. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ എക്സസൈസ്. അപ്പോൾ നമുക്കിത് 1 മിനിറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റിതത്തിനനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാം. സൂപ്പർ എഫക്റ്റീവാണ് ഈ ഒരൊറ്റ എക്സസൈസ് തന്നെ. പലപ്പോഴും രാവിലെ കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അലസത തോന്നില്ലേ, ഒരു ക്ഷീണോ അലസതയൊക്കെ തോന്നും. ഈ ഒരു എക്സസൈസ് ചെയ്താൽ മതി, പെട്ടെന്ന് നമ്മൾ എനർജറ്റിക് ആയി മാറും. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾ സ്ട്രൈറ്റ് ആക്കി നിർത്തി ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വെച്ചു. ഇനി നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ വലത് കൈ മുകളിലേക്ക് ഉയർത്തി ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമ്മൾ ഇടത് സൈഡ് ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇടത് കൈ പരമാവധി താഴ്ത്താൻ ശ്രമിക്കണം. അപ്പോൾ വലത് കൈ നമ്മുടെ ഈ ചെവിയുടെ അടുത്ത് തന്നെ ആയിരിക്കണം കേട്ടോ. നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് നമ്മൾ ബെൻഡ് ചെയ്തു എന്ന് കാണിക്കാം, പക്ഷെ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെവിയുടെ അടുത്ത് തന്നെ നമ്മുടെ കൈ വയ്ക്കുക. എന്നിട്ട് ഓരോ ദിവസവും നമുക്ക് ശ്രമിക്കാം. ഓരോ പ്രാവശ്യം ചെയ്യുന്നതോറും കുറേ കൂടെ കൈ താഴോട്ട് വരുന്നതായിട്ട് ഇവിടെ കുറേ സ്ട്രെച്ച് ആകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ശ്വാസം വിടുക, ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ശ്വാസോച്ഛ്വാസം സുഗമമായി നടക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് ഇടത് കൈ ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ ഡൗൺ. Come up.
അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എക്സസൈസ്. അപ്പോൾ ഇനി നമുക്ക് 1 മിനിറ്റ് ഈ ഒരു എക്സസൈസ് ചെയ്യണം. അപ്പോൾ അത് ഇൻഹേൽ എക്സേൽ പോയി ഇൻഹേൽ തിരിച്ചു വരിക. ഓക്കെ, ഇൻഹേൽ എക്സേൽ ഡൗൺ, inhale up, exhale down, inhale up, exhale down, inhale up. Deep inhalation എടുക്കണം കേട്ടോ, ദീർഘമായ ശ്വാസം എടുക്കാൻ ശ്രമിക്കുക. Inhale up, exhale down, inhale up, exhale down. നേരത്തെ പറഞ്ഞ് മറന്നു പോരുത്, സൈഡ് പൊസിഷൻ ചെവിയുടെ അടുത്ത് തന്നെ ആയിരിക്കണം കേട്ടോ. Inhale up, exhale down, inhale up, exhale down. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എക്സസൈസും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഇനി ഒരല്പം റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം റെസ്റ്റ് എടുക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് ആണ്. രണ്ടാമത്തെ എക്സസൈസിൽ നമ്മൾ നമ്മുടെ സൈഡിന് നല്ല സ്ട്രെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് കൈയും കാലും എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വലത് കൈ കൊണ്ട് ഇടത് കാല് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ. അപ്പോൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, വേണ്ട, ടച്ച് ചെയ്യണ്ട. നമുക്ക് വളരെ പതുക്കെ പ്രോഗ്രസ് ചെയ്താൽ മതി. പെട്ടെന്ന് ചെയ്ത് അവിടെ ഇവിടെ വേദനയായിട്ട് പെട്ടെന്ന് അങ്ങനെ സ്റ്റോപ്പ് ആക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് വളരെ പതുക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് പതുക്കെ ഇത് കുറേ നാളുകൊണ്ടല്ലേ നമ്മൾ ഈ വയറൊക്കെ ഫോം ചെയ്തത്, ഒറ്റ ദിവസം കൊണ്ടല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് വയറൊക്കെ കുറച്ച് തരാമെന്നൊക്കെ പരസ്യം കാണുന്നുണ്ട്. എനിക്കൊരു പിടുത്തമില്ല, കാരണം ഇതൊന്നും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഫോമാക്കി എടുത്തതല്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഈ വയറും വണ്ണവും ഒക്കെ ഫോം ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് കൈകൾ മുകളിലോട്ട് ഉയർത്തി നമ്മുടെ ഫ്രണ്ടിലാണ് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്രയും പറ്റിയെന്ന് വരുള്ളൂ, അത്രയും മതി നമുക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ സ്റ്റഡി ആയി തന്നെ നിൽക്കുക, അത്രയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത എക്സസൈസ്. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാം. വെരി ഗുഡ്. ഇപ്പോൾ ഒരല്പ സമയം റെസ്റ്റ് എടുക്കുക. ഇനി നമ്മുടെ നാലാമത്തെ എക്സസൈസ്. ഓക്കെ, നമ്മൾ നിന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കിനി കിടന്നുകൊണ്ട് ചെയ്യാം. അടുത്ത് നമുക്ക് പ്ലാങ്ക് ആണ് ചെയ്യേണ്ടത്. പ്ലാങ്ക് അറിയാലോ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് പ്ലാങ്ക് കേട്ടോ. വളരെ എഫക്റ്റീവ്. പക്ഷേ അത് കറക്റ്റ് പൊസിഷനിൽ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്ലാങ്ക് ചെയ്യാൻ നമ്മൾ റെഡി ആവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുട്ടിൽ വന്നു, എന്നിട്ട് കൈമുട്ട് താഴെ വെച്ചു. കൈമുട്ട് നമ്മുടെ ഷോൾഡർ ലെവലിൽ തന്നെ താഴെ വയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ കാൽ വിരലുകളിലാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, പലരും പ്ലാങ്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത് ബട്ടക്സ് ഉയർത്താറുണ്ട്. പിന്നെ കാണുന്നത് ബട്ടക്സ് നിലത്ത് കിടക്കും. അപ്പോൾ ഈ 2 പൊസിഷനിലും അല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു പൊസിഷൻ. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വയറ്, നമ്മുടെ കോർ മസിൽസ് ഭയങ്കരമായിട്ട് വലിയുന്നത് ഫീൽ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് നിങ്ങളുടെ ബെസ്റ്റ് പൊസിഷൻ. അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ കൈകൾക്ക് നല്ല ബലം കൊടുക്കുക, കൈവിരലുകൾ കോർത്ത് സ്ട്രോങ് ആയി പിടിക്കുക. ഇനി അതല്ല, ചിലർക്ക് കൈകൾ തറയിൽ വെച്ചിട്ട് വിരലുകൾ പ്രസ് ചെയ്യാനാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ കാൽ വിരലിലും
കൈവിരലുകളിൽ പ്രഷർ കൊടുക്കുക, അങ്ങനെ നിൽക്കുന്നെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ കൈവിരലുകൾ കോർത്ത് പിടിക്കുക. ഓക്കെ, ഇപ്പോൾ 1 മിനിറ്റ് നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ നിൽക്കണം. വിഷമിക്കേണ്ട, നമുക്ക് ആദ്യം തന്നെ 1 മിനിറ്റ് ഒന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് കുറേ നേരം നിൽക്കുക, ഒരു 1/2 മിനിറ്റെങ്കിലും നിൽക്കാൻ നോക്കുക. അതും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യുക, ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുക. ഇപ്പോൾ 1/2 മിനിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 1/2 മിനിറ്റ് ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ ബട്ടക്സ് താഴെ വെച്ച് കൈകൾ ഇങ്ങനെ ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെച്ച് നമ്മുടെ കവിൾത്തടം കയ്യിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്ത് ബോഡിക്ക് വീണ്ടും എനർജി ആകുന്നു എന്ന് തോന്നുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ പ്ലാങ്കിലേക്ക് തന്നെ പോവുക. അത് സ്കിപ്പ് ചെയ്യരുത്. പ്ലാങ്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 1 മിനിറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്താലും ആ 1 മിനിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി പ്ലാങ്കിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ നമ്മുടെ എക്സസൈസിൻ്റെ പാർട്ടല്ല, എന്നാലും പ്ലാങ്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ചെറിയ പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ വന്നാൽ നമുക്ക് ആ പെയിൻ പെട്ടെന്ന് ക്വിക്കായിട്ട് റിലീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയും. നമ്മളിരിക്കുകയാണ്, നമ്മുടെ മാറ്റിലിരുന്നു. ഇരുന്നിട്ട് ഇനി ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടെ ബാക്കിലോട്ടൊന്ന് ബെൻഡ് ചെയ്യും, ഈ രീതിയിൽ. ഓക്കെ, നമ്മൾ നിവർന്നിരിക്കുകയല്ല ചെയ്തത്, നമ്മൾ ബാക്കിലോട്ട് കുറച്ചൊന്ന് ബെൻഡ് ചെയ്തു. ഇപ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ വയറ് പിടിക്കുന്നുണ്ട് ഇപ്പോഴും തന്നെ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊന്നും അറിയില്ല, പക്ഷേ നമ്മൾ ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വയറ് പിടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈകൾ രണ്ടും കോർത്ത് പിടിച്ച് സൈഡ് പരമാവധി വരണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഈ പാർട്ടുകളിലൊക്കെ കുറേ പേർക്ക് ഏറ്റവും വൃത്തിയോടാണ് ഈ പാർട്ടുകളിലൊക്കെ ഇങ്ങനെ ചത തൂങ്ങി കിടപ്പുണ്ടല്ലേ, കുറേ അധികം കൊഴുപ്പ് ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. ഇതിന് ഏറ്റവും പറ്റിയ എക്സസൈസ് ആയത്. ഓക്കെ, അപ്പോൾ നമുക്കിത് 1 മിനിറ്റ് ചെയ്യാം. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ സ്കിപ്പ് ചെയ്തത് ചെയ്യാം കേട്ടോ. വെരി ഗുഡ്. അടുത്ത 6ാമത്തെ വർക്കൗട്ട്, നമ്മൾ ഈ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കൈകൾ ബാക്കിലോട്ട് പോയി കൈകൾ ബാക്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് കാല് നിവർത്തി വയ്ക്കാം. ഓക്കെ, കൈകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാല് നിവർത്തി വയ്ക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാൽമുട്ടുകളെ നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓരോ കാൽമുട്ടുകളെയും നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മുടെ റിതത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റാർട്ട്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മുകളിലോട്ടല്ല, മുകളിലോട്ട് ചവിടാൻ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലെവലിൽ തന്നെ ആയിരിക്കണം.
വെരി ഗുഡ്. അടുത്ത ലാസ്റ്റ് എക്സസൈസ്. ആരും ക്ഷീണിച്ചാലോ 1 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരിക. നമുക്ക് വയറ് കുറയ്ക്കണ്ടേ, വണ്ണം കുറയ്ക്കണ്ടേ? അപ്പോൾ പെട്ടെന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരിക കേട്ടോ. ഹലോ, എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാവും, പക്ഷെ വിട്ടേക്കരുത്. ഒറ്റ എക്സസൈസ് കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതും കൂടെ ചെയ്ത് പെട്ടെന്ന് നമ്മുടെ വയറ് മണമൊക്കെ നമുക്കൊന്ന് കുറയ്ക്കണ്ടേ. അപ്പം വളരെ എനർജറ്റിക് ആയിട്ട് വരിക. നമുക്ക് ലാസ്റ്റ് എക്സസൈസ് ഇതും കൂടെ അങ്ങ് ചെയ്തേക്കാം. അപ്പോൾ ഇതിന് നമ്മൾ നമ്മുടെ മാറ്റിൽ മലർന്ന് കിടന്നുകൊണ്ട് നമ്മുടെ കൈകൾ നമ്മൾ ബാക്കിലോട്ട് വയ്ക്കുന്നു. കൈകൾ ബാക്കിലോട്ട് വേണമെങ്കിൽ ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ടും വയ്ക്കാം, അല്ലെങ്കിൽ കൈകൾ നമ്മുടെ ചെവിയുടെ അടുത്തായിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തല ഒന്ന് മുകളിലേക്ക് ഉയർത്തി മുട്ട് മടക്കി, അത് ഓപ്പോസിറ്റാണ് കേട്ടോ. ഓപ്പോസിറ്റ് മുട്ട്, കൈമുട്ടും കാൽമുട്ടും ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് ടച്ച് ചെയ്യാൻ ആദ്യമൊക്കെ പറ്റിയില്ലെങ്കിൽ ഡോൺ വറി, പേടിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട. നമുക്ക് പതുക്കെ ശരിയാക്കാം. നമ്മുടെ സ്വന്തം വയറാണ്, നമ്മുടെ സ്വന്തം ശരീരമാണ്. അപ്പോൾ നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യണം. ഒറ്റ ദിവസം കൊണ്ട് അടിപിടിയായിട്ട് ഒന്നിനെ വിഷമിപ്പിക്കേണ്ട. നമ്മുടെ ശരീരമാണ്. നമുക്ക് ആദ്യം നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാം അല്ലേ. അപ്പോൾ വളരെ പതുക്കെ തന്നെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. റെഡി? എങ്ങനെയുണ്ട് നമ്മുടെ വർക്കൗട്ടുകൾ? അടിപൊളിയല്ലേ? അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അവസാനം ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ എഴുന്നേറ്റ് പോയി കളയരുത്. കുറച്ച് നേരം ശവാസനം ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ശവാസനം ചെയ്യാൻ പോവാണ്. ഒരു 5 മിനിറ്റോളം വേണമെങ്കിൽ കിടക്കാം നമുക്ക്. അപ്പോൾ അതിന് പറ്റിയില്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും ശവാസനം ചെയ്യുക. കൈയും കാലുമൊക്കെ നിവർത്തി നന്നായി ബ്രീത്ത് ചെയ്ത് റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേറ്റ് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.